പ്രിയപ്പെട്ടവരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിന് പിന്നിൽ 13 വയസ്സുകാരിയായ ബന്ധുവായ കുട്ടിയും ആ കുട്ടിയുടെ കൊട്ടേഷൻ സംഘവും. 8ാം ക്ലാസ്സുകാരി ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത 4 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശിവൻകുട്ടിയെ കൊലപ്പെടുത്തുന്ന ദൃശ്യം കുട്ടികൾ വീഡിയോ കോളിലൂടെ കൊട്ടേഷൻ നൽകിയ പെൺകുട്ടിയെ കാണിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. ഐഫോൺ വാങ്ങാനും സുഹൃത്തുക്കൾക്ക് ആഡംബര ബൈക്ക് വാങ്ങാനുമായിരുന്നു കൊലപാതകം. നഗ്നരാക്കി കെട്ടിയിട്ട് കഴുത്ത് ഞെരിച്ചാണ് ശിവൻകുട്ടിയെ കുട്ടികൾ കൊലപ്പെടുത്തിയത്. മനീഷ് മഹിപാൽ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മനീഷ് മഹിപാൽ, കൂടുതൽ വിവരം നമുക്ക് ലഭ്യമാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ്? അരുൺകുമാർ, ഹരിപ്പാട് കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ പടീറ്റത്തിൽ ഈ വീട്ടിൽ വെച്ചാണ് ഇന്നലെ രാത്രി, അതായത് ഞായറാഴ്ച രാത്രിയിൽ ഈ കൃത്യം നടക്കുന്നത്. ഇന്നലെ ഇതേ സമയത്ത് ഇത് കൊലപാതകമാണെന്നുള്ള ചുരുൾ അഴിഞ്ഞിട്ടില്ല. ദുരൂഹ സാഹചര്യത്തിൽ ഇവിടെ 67 വയസ്സുകാരനായ ശിവൻകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ സമയത്തും അടുത്ത ബന്ധുവായ പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, 13 വയസ്സുകാരി ഇവിടെ ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ആ സമയത്ത് പോലും പോലീസിന് സംശയം തോന്നിയില്ല. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ വലിയ ചുരുളഴിയുന്നു. കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നു. അതായത് ഈ പെൺകുട്ടിക്ക് ഐഫോണും ഒപ്പം തന്നെ കൂട്ടുകാർക്ക്, പ്രായപൂർത്തിയാകാത്ത കൂട്ടുകാർക്ക് ആഡംബര ബൈക്കും വാങ്ങാൻ വേണ്ടി ഇവിടെ ഒരു മോഷണ ശ്രമം ആസൂത്രണം ചെയ്തു. അങ്ങനെ മോഷണത്തിനിടെ ഈ 67 വയസ്സുകാരനായ ശിവൻകുട്ടി ഉണർന്ന് ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ ഇവരെ കാണുന്നു. അതിനുശേഷം ഇവരെ ഈ വിവസ്ത്രനാക്കി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൈയും കാലും ബന്ധിപ്പിച്ചിരുന്നു. ഇവരുടെ കയ്യിൽ ഗ്ലൗസ് അടക്കമുള്ളത് കൊണ്ട് മറ്റ് തെളിവുകളൊക്കെ തന്നെ നഷ്ടമായി. അങ്ങനെ ഈ വളരെ ദാരുണമായ കൊലപാതകമായിരുന്നു. ഇവിടെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള KR രാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ സമയത്ത് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്, നേരിട്ട് ആ മൃതദേഹം കണ്ടയാളാണ്, ഈ കുടുംബത്തെപ്പറ്റി കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. ഇവർ 3 വർഷങ്ങൾക്ക് മുൻപാണ് കൊല്ലത്ത് നിന്നും ഇവിടേക്ക് താമസം മാറി ഇവിടെ വാടകയ്ക്ക് എത്തിയത്. മറ്റു സംശയങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കുടുംബമാണെങ്കിലും കുടുംബാംഗമായ പെൺകുട്ടി തന്നെ ഇങ്ങനെ ചെയ്തതിൽ നാടും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ചേട്ടാ, എങ്ങനെയായിരുന്നു മൃതദേഹത്തിന്റെ ഒരു രീതി? മൃതദേഹം ഞാൻ ഇന്നലെ രാവിലെ 9:30ക്കാണ് ഇങ്ങനെ ഇവിടെ സംഭവം നടന്നിടത്തോട്ട് പരിസരവാസി വിളിച്ചറിയിച്ച ഞാനിവിടെ വന്നു. അപ്പം അവരെ ഈ ഒരു അടുക്കള വശത്തുള്ള ഗ്രില്ലിട്ട് ഒരു തല്ലി തുറന്നായിരുന്നു. അപ്പോൾ ഞാൻ അകത്ത് കയറി നോക്കിയപ്പോൾ കൈയും കാലും കെട്ടി കഴുത്തിലും കെട്ടിയിടുന്നതിൽ ചരിഞ്ഞ് വസ്ത്രങ്ങളില്ലാത്ത രീതിയിൽ കിടക്കുമായിരുന്നു. അങ്ങനെ കണ്ടിട്ട് ഇവിടെ നിൽക്കുമ്പോഴാണ് പോലീസ് വന്നു. ഞാനിപ്പം ബ്ലഡ് ഉണ്ട്, മൂക്കിൽ നിന്ന് മായുന്ന ബ്ലഡ് വന്നിട്ടുണ്ട്. മുറി മുഴുവൻ മുളക് പൊടി വിതറിട്ട് അതിന് അകത്തുള്ള ഒരു അലമാര കുത്തി തുറന്നിട്ടുണ്ട്. ഞാനിപ്പം 3 വർഷമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ മെമ്പറാണ്. 15 വർഷമായിട്ട് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വൈഫായിരുന്നു. ഇപ്പം ഞാനാണ്. ഇന്ന് വരെ കഴിഞ്ഞ ഒരു ദിവസം മാത്രമാണ് ഇവിടെ വീട്ടിലുള്ള ഒരു സ്ത്രീയെ ഞാൻ കാണുന്നത്. പല ആവശ്യങ്ങൾക്കായിട്ടും പഞ്ചായത്തിന് വാടകക്കാരാണ് നമ്മൾ അറിയിക്കാൻ വരുമ്പോൾ ആരും കതവ് തുറക്കത്തില്ല. കഴിഞ്ഞ ദിവസം തൊട്ട് അപ്പുറത്തെ റോഡിലെ വെള്ളം ഒഴുകാതെ ഇവർ ലോഡ് വന്നപ്പോൾ പൊട്ടിയതാണെന്നുള്ള ധാരണ ആൾക്കാർ പറഞ്ഞനുസരിച്ച് വന്നപ്പോൾ കതവ് തുറന്നു. ഞാൻ പറഞ്ഞില്ല പൈപ്പ് ഇടണം എന്ന് പറഞ്ഞു. പൈപ്പ് ഇടാം മെമ്പറെ എന്ന് പറഞ്ഞ് കതവ് അടച്ചതല്ലാതെ ഇവിടുത്തെ ഈ ശിവൻകുട്ടി എന്ന് പറഞ്ഞ ആളിനെ ഞാനിപ്പോൾ ഇന്നലെ ഫോട്ടോയിൽ കൂടിയാണ് അതുപോലെ മരിച്ചു കിടക്കുന്നതാണ്. അല്ല ഇവിടുത്തെ ഒരാളിനെയും എനിക്ക് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ അറിയത്തില്ല. ഈ കുട്ടിയെ കാലങ്ങളിൽ ഇവിടെ മുൻപും ആളുകൾ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം എന്തൊക്കെ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഒരു പ്രത്യേക ഏരിയയിലാണ്, പകൽ സമയങ്ങളിലാണ് നമ്മൾ വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാ ഈ പറഞ്ഞ അറിവുകളെല്ലാം ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ്. ലഹരി ഉപയോഗങ്ങളുമായി എന്തെങ്കിലും കണ്ടെത്തൽ വന്നിട്ടുണ്ടോ, സംശയിക്കുന്നുണ്ടോ പോലീസ്? അറിയാവോ കാര്യങ്ങൾ? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടോ, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. പിന്നെ ഒരു പ്രത്യേക ഒരു കുടുംബമായിരുന്നു. അരുൺകുമാർ, അതിദാരുണമായ കൊലപാതകമാണ് അത്. കൊലപാതകം നേരത്തെ, അതായത് മോഷണം നടത്തണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. കൊലപാതകം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തതാണെന്നുള്ള കാര്യം ഇനി വ്യക്തത വരാനുണ്ട്. എന്താണെങ്കിലും ഇന്നലെ ഈ കൊലപാതകം നടന്ന ശേഷവും പെൺകുട്ടി ഇവിടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുമ്പോഴും ആദ്യഘട്ടത്തിൽ പോലീസിന് സംശയമില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് ചില കാര്യങ്ങൾ ചുരുളഴിയുന്നത്. പെൺകുട്ടിയെ ഈ കൊലപാതകത്തിന്റെ കൃത്യം നടക്കുന്ന ദൃശ്യങ്ങൾ ലൈവായി വീഡിയോ കോളിലൂടെ കാണിച്ചു എന്നാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം. വിവസ്ത്രനാക്കി കൈയും കാലും ബന്ധിപ്പിച്ച് മുറി മുഴുവൻ മുളക് പൊടി ഇട്ട ശേഷം കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരം നമുക്ക് ലഭ്യമാകും. അങ്ങനെയെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മർദ്ദനമോ തലയ്ക്ക് എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഈ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് രാത്രിയിലെത്തിയ സംഘമാണ് ഈ മോഷണവും കൊലപാതകവും നടത്തിയത്. ഇവർ ട്രെയിനാണ്, അതായത് ഈ 3 പേർ എത്തിയത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് നിന്ന് ട്രെയിൻ മാർഗം ഇവിടെ എത്തി കൃത്യം നടത്തിയ ശേഷം അതേ മറ്റൊരു ട്രെയിനിൽ തന്നെ തിരിച്ച് കൊല്ലത്തേക്ക് പോവുകയായിരുന്നു. കരുനാഗപ്പള്ളി സ്വദേശിയായ ഒരാൾ മുഖേന കയ്യിലുണ്ടായിരുന്ന 6 പവൻ സ്വർണം
വിൽക്കാൻ ഇവർ ശ്രമം നടത്തി. എന്താണെങ്കിലും കയ്യോടെ ഹരിപ്പാട് പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വന്തം മണ്ഡലം കൂടിയാണ്. മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടാനും പോലീസിന് കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും വരുന്ന വിവരമാണ്. എന്തായാലും മനീഷ വാർഡ് മെമ്പർ പറയുന്നത് പോലെ ആ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം അതങ്ങനെ ആർക്കും അധികം അറിയില്ലായിരുന്നു എന്നാണ്. അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ തുടങ്ങിയ കാര്യം കൂടി ഒന്ന് അന്വേഷിച്ചോളൂ. എന്തായാലും ഈ കുട്ടി 13 വയസ്സുള്ള കുട്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ ആ കുട്ടി കടന്നു വന്നിട്ടുണ്ടാവും എന്ന് അനുമാനിക്കേണ്ടി വരും. എന്താണ് അസാധാരണമായ ദുരൂഹമായ സാഹചര്യം എന്നുള്ളത് കൂടി ഒന്ന് മനീഷ് മഹിപാൽ പരിശോധിക്കുന്നത് നന്നായിരിക്കും. പ്രിയപ്പെട്ടവരെ, 13 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. ആ കുട്ടി കൊട്ടേഷൻ കൊടുത്തത് 17 വയസ്സുള്ള ചേട്ടപ്പാതിക്ക് പരവൂരക്കാണ്ടുള്ള കുട്ടികളാണ്. അവർ വന്ന് കൊലപാതകം നടത്തി, മോഷണവും നടത്തി, സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അത് വളരെ പ്രൊഫഷണൽ കില്ലേഴ്സിനെയൊക്കെ പോലെയാണ്. കയ്യെ കുറയിട്ട് വരിക, മുളക് പൊടിയൊക്കെ വിതറുക എന്നുള്ളതാണ്. എന്താണല്ലേ നമ്മളിങ്ങനെയുള്ളവരെ പറയുന്നത് ജുവനൈൽസ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ്. അപ്പോൾ ഈ കുട്ടികൾ തീർച്ചയായിട്ടും കറക്ഷൻ ഹോമിലൊക്കെ കൊണ്ടുപോയി മാറുമായിരിക്കും. പക്ഷേ 17 വയസ്സുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ തലയൊക്കെ പിടിച്ച് ഞെരിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, എത്ര ക്രൂരതയാണ്.